വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റ് ആണ്. അതിനായിട്ട് ഞാൻ 2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് കുക്കറിലേക്ക് ഇട്ട ശേഷം 1/2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു പിടി ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൈവച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങാനീരും കൂടി ഒഴിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. ഞാൻ ഇവിടെ ഒരു 5 വിസിലാണ് കേൾപ്പിച്ചത്. അപ്പോഴേക്കും നല്ലതുപോലെ വെന്തു വന്നു. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഒരു 6 പച്ചമുളക്, വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചത്, ഇതെല്ലാം കൂടി നല്ലതുപോലെ വറുത്ത് മാറ്റിവെക്കുക. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ചെറിയ ഉള്ളി ഒരു 250 ഗ്രാം, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു വലിയ കഷ്ണം, ഒരു വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് ഒരു 6 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലതുപോലെ ബ്രൗൺ നിറമായതിനു ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കുക. ഞാൻ ഇതിലോട്ട് മറ്റു പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. അത് ബീഫ് വേവിച്ച് വെച്ച സമയത്ത് ചേർത്തത് കൊണ്ട് ഇതിലോട്ട് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്കിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക.
അവസാനം അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.